പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ സുദിനം. തീർച്ചയായിട്ടും ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച സുദിനത്തോടൊപ്പം മുഹറമിലെ ലാസ്റ്റ് വെള്ളിയാഴ്ചയാണ്, അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പരിശുദ്ധമായ ഈ ദിനത്തിൽ പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ വിജയ കവാടങ്ങൾ തുറന്നു തരുന്ന ഒരു ഇസ്മുണ്ട്. ഒരു 70 തവണ മനസ്സറിഞ്ഞ് വിളിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെടുകയില്ല, സ്വപ്നത്തിൽ പോലും പരാജയപ്പെടുകയില്ല. ഏതാണ് ആ ഇസ്മ? അതുപോലെ തന്നെ ഒരു 7 കൂട്ടം കാര്യങ്ങൾ ഇന്നത്തെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ സുദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇസ്മിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എപ്പോഴാണ് ചൊല്ലേണ്ടത്, ആരാണ് ചൊല്ലേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ പഠന ക്ലാസ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലി ഇബാദില്ലാഹി സ്വലീൻ. പ്രിയപ്പെട്ടവരെ, പോർഷേറിയ മുഹറം മാസത്തിൻ്റെ അവസാനത്തെ മൂവ്മെൻറ്റ്, അവസാനത്തെ വെള്ളിയാഴ്ചയുടെ സുദിനത്തിലാണ് നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത്. അൽഹംദുലില്ലാഹ്, തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പരിശുദ്ധമായ ദിവസങ്ങളുടെ നേതാവ്, ആഴ്ചകളുടെ നേതാവ് എന്ന് പറയുന്ന യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചയുടെ സുദിനം, അത് നമ്മളിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ സുദിനത്തിൽ നമ്മൾ ഓർത്ത് അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഒരു 7 കൂട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, ഈ ഒരാഴ്ച മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഒരു ദിവസം മാത്രമല്ല, ഈ ഒരു വർഷക്കാലം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സംരക്ഷണവും അതുപോലെ തന്നെ കാവലും ലഭിക്കും. മാത്രമല്ല, നമുക്ക് ഉണ്ടാവുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിലേക്ക് നന്മകളും സൽക്കർമ്മങ്ങളും സ്വായത്തമാക്കിയെടുക്കാനെല്ലാം പറ്റുന്ന ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ സുദിനത്തിൽ നമ്മൾ ഒരു 7 കൂട്ടം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഒരുപാട് ഖൈറുകളാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ നമുക്ക് മർമ്മപ്രധാനമായിട്ട് ആദ്യം പറയാനുള്ളത്, എന്നും ഉണർത്താറുള്ളത് പോലെ തന്നെ സൂറത്തുൽ കഹ്ഫ് പാരായണമാണ്. വിശ്വാസി സമൂഹങ്ങൾക്ക് തീർച്ചയായിട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണം. വെള്ളിയാഴ്ചയുടെ സുദിനത്തിൽ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട സൂറത്തുൽ കഹ്ഫ് പാരായണം വിശ്വാസികൾക്ക് അത് നിർബന്ധമായ സാഹചര്യമാണ്. കാരണം അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ട് വിശ്വാസി സമൂഹങ്ങൾക്ക് അതൊരു നിർബന്ധ ബാധ്യതയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാൽ തന്നെ സൂറത്തുൽ കഹ്ഫ് പാരായണം വെള്ളിയാഴ്ച ദിവസം നമ്മൾ പാരായണം ചെയ്യുന്നതിലൂടെ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ജീവിതത്തിൽ ഒരു നന്മ ഇട്ട് തരും. തീർച്ചയായിട്ടും ഒരു 100 ഇട്ട് തരും. ആ 100 തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ വരുന്നതോടുകൂടി അൽഹംദുലില്ലാഹ് നമ്മുടെ ജീവിതം ഖൈറാവും, നന്മ ഉള്ളൊരു ജീവിതം നയിക്കാൻ സാധിക്കും. അത്രത്തോളം മഹത്വമുള്ള ഈ പവിത്രമായ
ഈ വെള്ളിയാഴ്ചയുടെ സുദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നൂറ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് എല്ലായിടത്തും പ്രകാശിക്കും, നമ്മുടെ ജീവിതം പ്രകാശിക്കും. അതുപോലെ തന്നെ അത് നമ്മുടെ കച്ചവടത്തിലാവുമ്പോൾ കച്ചവട പുരോഗതി വർദ്ധിക്കും, നമ്മുടെ കച്ചവടത്തിൽ ബർക്കത്തും ഐശ്വര്യവും നിറയും. അതുപോലെ തന്നെ അത് നമ്മുടെ ആരോഗ്യത്തിൽ നൂറ് വന്ന് നിറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആരോഗ്യമുള്ള ഒരു യുവാവായിട്ട്, ആരോഗ്യമുള്ള ഒരു വക്താവായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ നൂറ് എവിടെയാണോ പ്രകാശിക്കുന്നത് അവിടെ പ്രകാശം പരത്തും. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ സുദിനത്തിൽ മർമ്മപ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് സൂറത്തുൽ കഹ്ഫിന്റെ പാരായണമാണ്. അത് നമ്മൾ മറക്കാതെ പാരായണം ചെയ്യുന്നതിലൂടെ അൽഹംദുലില്ലാഹ് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. നമ്മളിൽ വരാനുള്ള ബലാവ്, മുസീബത്ത്, ഇടങ്ങേറുകൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ സൂറത്ത് പാരായണം ചെയ്യുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. രണ്ടാമതായി നമുക്ക് ഉണർത്താനുള്ളത് സ്വലാത്താണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലണമെന്നല്ല, ഇന്നത്തെ ദിവസം വർദ്ധിപ്പിക്കണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ ഭൂമി ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കപ്പെടുന്ന ഒരൊറ്റ അമലേ ഉള്ളൂ, കബൂലാക്കുന്ന ഒറ്റൊരു അമലേ ഉള്ളൂ. അത് ആരാണ്, എപ്പോഴാണ്, എന്താണ് എന്നും ഒരു വിഷയമല്ല. ആര് ചൊല്ലിക്കഴിഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു തആല അതിന് പ്രതിഫലം നൽകും. അത് സ്വലാത്താണ്. ഇപ്പം സ്വലാത്ത്, ഏത് സ്വലാത്ത് ചെല്ലാം, അതിലൊന്നും പ്രശ്നമില്ല. ഏത് സ്വലാത്തായാലും നമുക്ക് ചെല്ലാം. പക്ഷേ 100 നമ്മൾ കുറയാൻ പാടില്ല. 100 സ്വലാത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഇന്ന് നമ്മൾ ചൊല്ലാൻ വേണ്ടി തയ്യാറാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഇന്ന് ചെല്ലണമെന്നുള്ള ഉദ്ധരണി വരെ ഹദീസുകളിൽ കാണാം. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ സുദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താല്പര്യമാണ് നമ്മൾ ഇന്ന് പൂവണിയിപ്പിക്കുന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് സ്വലാത്തും ചെല്ലാം. അവിടത്തേക്ക് പ്രിയം വെച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ആഖിറത്തിൽ അവിടുത്തെ ശുപാർശ നമുക്ക് ലഭിക്കുമെന്ന് മാത്രമല്ല, നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാനും കൂടിയുള്ള ഒരു മുതൽക്കൂട്ടാണ് സ്വലാത്ത് എന്നത്. മൂന്നാമതായി നമുക്ക് പറയാനുള്ളത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഈ പരിശുദ്ധമായ തസ്ബീഹ് അത് നമ്മൾ 100 തവണ ഇന്നത്തെ ദിനത്തിൽ ചെല്ലാൻ വേണ്ടി തയ്യാറാവുക. അൽഹംദുലില്ലാഹ് ഈ പരിശുദ്ധമായ തസ്ബീഹ് അത് മീസാനിൽ കനം തൂക്കുന്ന ഒരു തസ്ബീഹാണ്. അതിനാൽ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളും ഈ തസ്ബീഹും ആ മീസാൻ കല്ലിൽ വെച്ച് കഴിഞ്ഞാൽ ആദ്യം തൂക്കം വരുന്നത് ഈ തസ്ബീഹിനാണ്. അതിനാൽ തന്നെ മഗ്‌രിബിൻ്റെ നമസ്കാരത്തിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ചൊല്ലിപ്പോരാറുള്ള ഈ തസ്ബീഹ് ഇന്നത്തെ പരിശുദ്ധമായ ദിനത്തിൽ ചൊല്ലുന്നതിലൂടെ അൽഹംദുലില്ലാഹ് ഒരുപാട് ഖൈറുകളും നന്മകളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിനാൽ തന്നെ അത്രത്തോളം മഹത്വമുള്ള, ഗുണമുള്ള, നന്മയുള്ള ഒരു പവിത്രമായ തസ്ബീഹാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറയുന്ന ഈ പരിശുദ്ധമായ തസ്ബീഹ്. അതുപോലെ തന്നെ നാലാമതായി നമുക്ക് പറയാനുള്ളത് അതുവാണ് സആദത്തുൽ ഇജാബത്ത് ലഭിക്കുന്ന, ഉത്തരം ലഭിക്കുന്ന ഏറ്റവും മഹത്വമുള്ള ദിവസങ്ങളിൽ, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ പരിശുദ്ധമായ യൗമുൽ ജുമയാണ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഇന്നത്തെ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ സുദിനത്തിൽ ദുആക്ക് ഇജാബത്ത് കിട്ടും എന്നുള്ളതിൽ ആർക്കും ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അസറിൻ്റെ സമയം നമ്മൾ മഗ്‌രിബിനോട് അടുക്കുന്ന, അസറിൻ്റെയും മഗ്‌രിബിൻ്റെയും ഇടയിലുള്ള ആ ഒരു സമയം, മഗ്‌രിബിനോട് അടുക്കുന്ന ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ദുആയിൽ എൻഗേജഡ് ആവാൻ തയ്യാറാവണം. തീർച്ചയായിട്ടും എന്ത് ആവശ്യങ്ങളും എന്ത് കാര്യങ്ങളും നമുക്ക് നമ്മളെ നാഥനോട് പറഞ്ഞ് എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സുന്ദരമായ നിമിഷമാണ് നമ്മളിലേക്ക് സംജാതമായിട്ടുള്ളത്. അതിനാൽ തന്നെ അസറിൻ്റെയും മഗ്‌രിബിൻ്റെയും ശേഷമുള്ള ആ ഒരു സുന്ദര നിമിഷം നമ്മൾ ദുആയിൽ എൻഗേജഡ് ആവാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം. അഞ്ചാമതായി പറയാനുള്ളത് സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിദതൈനി, നമ്മൾക്ക് പരിചയമുള്ള
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് എന്ന സൂറത്ത്, പിന്നെ ഖുൽ ഔദു ബിറബ്ബിൽ ഫലക്, ഖുൽ ഔദു ബിറബ്ബിൻ നാസ്. ഇത് 7 തവണ ഇന്നത്തെ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ രാവിലെ പകലിലോ, പ്രത്യേകിച്ച് ഇന്നത്തെ വെള്ളിയാഴ്ചയുടെ പകലിൽ നമ്മളൊരു 7 തവണ പാരായണം ചെയ്യുന്നതിലൂടെ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് കണക്കാക്കിയിട്ടുള്ള എന്ത് ഷർറാണോ എന്ത് ബുദ്ധിമുട്ടാണോ അതെല്ലാം നീങ്ങിപ്പോകാനും അതുപോലെ തന്നെ ഖൈറുകളും നന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് കൈവരിക്കാനും ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു പവിത്രമായ സൂറത്തുകളാണ് ഈ പറയപ്പെട്ട 3 സൂറത്തുകൾ. അതിനാൽ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിദത്തൈനി നമ്മൾ 7 തവണ ഇന്നത്തെ ഈ പരിശുദ്ധമായ പകലിൽ പാരായണം ചെയ്ത് നിത്യം അത് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അൽഹംദുലില്ലാഹ് വർഷം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാവൽ ലഭിക്കുന്ന ഒരു പരിശുദ്ധമായ ആയത്തുകളാണ് ഈ പറയപ്പെട്ടവ. 6-മതായി നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ ഈ സുന്ദരമായ ഈ ഒരു നാമം യാ ഫത്താഹു യാ ഹല്ലാ, അത് നമ്മൾ ഒരു 70 തവണ ഇന്നത്തെ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ സുദിനത്തിൽ, അതായത് പുരുഷന്മാർ ജുമാക്ക് ശേഷവും സഹോദരിമാർ അവർ ലഹുർ നമസ്കാരത്തിൻ്റെ ശേഷവും ഒരു 70 തവണ ഈ ഒരു ഇസ്മ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് ഇതിൻ്റെ അർത്ഥം? വിജയ കവാടങ്ങൾ തുറന്നു തരുന്ന രക്ഷിതാവേ അള്ളാഹുവേ എന്നാണ്. അതിനാൽ തന്നെ വിജയം കൈവരിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സുന്ദരമായ ഒരു വാചകമാണ് യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹ്, വിജയ കവാടങ്ങൾ തുറക്കുന്ന അള്ളാഹുവേ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഇസ്മ എല്ലാവർക്കും ചെല്ലാൻ സാധിക്കില്ല. വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ പരിശുദ്ധമായ ഈ ഒരു സുദിനത്തിൽ നമ്മൾ അത് ഒരു 70 തവണ യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. അൽഹംദുലില്ലാഹ് ഒരുപാട് ഖൈറുകളും നന്മകളും നമുക്ക് കൈവരിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അകലാനും നീങ്ങിക്കിട്ടാനുമെല്ലാം ഈ ഒരു പരിശുദ്ധമായ ഈ ഒരു വാചകം ഉപകാരപ്പെടും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഈ സുന്ദരമായ ഒരു നാമം എല്ലാ ആളുകൾക്കും ചൊല്ലാൻ പറ്റുന്ന ഒരു ഇസ്മാണ്. അതിനാൽ തന്നെ കിടപ്പുള്ള രോഗികൾക്കും സഹോദരിമാർക്കും എല്ലാവർക്കും ചെല്ലാൻ പറ്റുന്ന ഈ പരിശുദ്ധമായ ഒരു ഇസ്മ ഒരു 70 തവണ ഇന്നത്തെ സുദിനത്തിൽ നമ്മൾ ചെല്ലാൻ വേണ്ടി തയ്യാറാവുക. അൽഹംദുലില്ലാഹ് ഒരുപാട് ഖൈറുകളും നന്മകളും നമ്മൾക്ക് സ്വായത്തമാക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, നമുക്ക് നന്മകൾ, നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം നീങ്ങിപ്പോകാനും ഈ ഒരു ഇസ്മ കാരണമാകും. 7-മത് നമുക്ക് പറയാനുള്ളത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കലാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു പരിശുദ്ധമായ സുദിനത്തിൽ ദിവസങ്ങളുടെ നേതാവായ ലീഡറായിട്ടുള്ള പരിശുദ്ധമായ യൗമുൽ ജുമയുടെ ഈ സുദിനത്തിൽ നമ്മൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരു 100 തവണ ചൊല്ലാൻ വേണ്ടി തയ്യാറാവുക. ഇസ്തിഗ്ഫാർ ഏതും പറ്റും, പക്ഷേ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ശ്രേഷ്ഠമായ ഒരു ഇസ്തിഗ്ഫാറാണ്. അതായത് ഇസ്തിഗ്ഫാറിൻ്റെ കൂട്ടത്തിൽ നേതാവായിട്ടുള്ള ലീഡറായിട്ടുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഏറ്റവും പെർഫെക്റ്റാണ്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഈ പരിശുദ്ധമായ ദിനത്തിൽ നമ്മൾ സമയം കണ്ടെത്തുക. അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ചയുടെ സുദിനത്തിൻ്റെ ഹഖ് ജാവ് ബർക്കത്തുണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും ഈ പരിശുദ്ധമായ ദിനത്തിൻ്റെ ബർക്കത്തുകൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ മുഹറത്തിൻ്റെ പോരിശ കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു തആല നീക്കി സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ രോഗികളും അതുപോലെ തന്നെ അസുഖവുമായിട്ട് കിടപ്പുള്ള കുറേ ആളുകളുണ്ട്. അവരുടെ എല്ലാം അസുഖങ്ങളും രോഗങ്ങളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല മുക്തി നൽകി അവർക്ക് സൗഖ്യം നൽകി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, അതുപോലെ തന്നെ നമ്മുടെ പിഞ്ചുമക്കൾ, ഉറ്റവർ ഉടയവർ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു സുബ്ഹാനഹു തആല സുന്ദരമാക്കി
നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ അറബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും വിനീതനും കുടുംബത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണമെന്ന ഓർമ്മപ്പെടുത്തലോടെ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ അറബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് വാഖിദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.